ഞങ്ങൾ 4-5 സഹോദരന്മാർ മഞ്ഞാടി ബിഥേൽ ബ്രദർ അസംബ്ലി മൂല്യത്തിൽ ഒരു സുവിശേഷ സന്ദേശമായിട്ട് കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്ന ഉദ്ദേശങ്ങൾ പാപികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കർത്താവ് ഉണ്ടെന്ന് മനസ്സിലാക്കുമെന്നൊക്കെ വണ്ണം ദൈവനാക ദൈവം ഞങ്ങളെ ഇടയാക്കിയ വലിയ കൃപകൾക്കാകെ സ്തോത്രം. ഇതിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാന്നൊക്കെ വണ്ണം സ്വർഗത്തിലുള്ള ദൈവം ഇടയാക്കിയ വലിയ കൃപകൾക്കാകെ സ്തോത്രം. ഒരു മൂന്ന് മാസക്കാലത്തിന് മുമ്പ് അടിയനിക്ക് വലിയൊരു ഒരു രോഗം അനുഭവപ്പെട്ടു. രോഗം എന്തെന്ന് വെച്ചാൽ കരളിലെ വീക്കം ഉണ്ടായി, അതുപോലെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും ഉണ്ടായി. എന്നാൽ കർത്താവ് ഞങ്ങൾ കയറി ഇറങ്ങാത്ത ഹോസ്പിറ്റലുകളില്ല, അവിടെയെല്ലാം ഞങ്ങളെ കയറി ഇറങ്ങി. അവിടെയെല്ലാം പറഞ്ഞു. ഞങ്ങൾ ആദ്യമായിട്ട് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കടന്നുപോയി. അപ്പോൾ അവിടെ പറഞ്ഞു, ഡോക്ടർ ജയറാം റെഡ്ഡി പറഞ്ഞു, നേരത്തെ തന്നെ ഇയാൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളതാണ്, ഈ കാര്യം കൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. കാരണം വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കടന്നു പോകുവാനും ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ നേരെ ചെന്ന് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവിടെ വന്ന് ECGയും MR സ്കാനിങ്ങും ഒക്കെ എടുത്ത് എന്നാൽ അവിടെ പറഞ്ഞു, നിങ്ങൾ 4.5 ലക്ഷം രൂപ അവിടെ അടച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അടിയനും തിരുവല്ലയിലെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ചെറിയ കച്ചവടം ചെയ്ത് ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അത് കാരണം അത്രയും പൈസയായി 4.5 ലക്ഷം രൂപ എന്നെ കൊണ്ട് കണ്ടെത്തുവാനുള്ള സാധ്യത എന്നെ കുറവാണ്. അത് കാര്യം കൊണ്ട് ഞങ്ങൾ സഭയിലുള്ള വിശ്വാസികൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതിനെന്താ മാർഗം എന്ന് ചോദിക്കപ്പം അത് ഡോക്ടർമാർ നിർദ്ദേശിച്ച് പറഞ്ഞു, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെയും പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കൊള്ളാം, അവിടെ ഒരു തമിഴ് ഡോക്ടർ ഞങ്ങളെ കാണുവാനിടയായി. അപ്പം പുള്ളി തന്നെ സംസാരിച്ച് നോക്കുമ്പോൾ ഒരു ഡോക്ടർമാർ പറയത്തില്ല. അന്നേരം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ജീവിക്കാനുള്ള വളരെ കുറവാണ്. ഏത് ഡോക്ടർമാരാ പറയുന്നത്? എങ്ങനെ ഒരു ജീവനെ രക്ഷിക്കാൻ മാത്രമേ ആ ഡോക്ടർമാർ നിർദ്ദേശം പഠിച്ചിട്ടുള്ളത്. അന്ന് ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താലും ബ്ലഡ് എല്ലാം റെഡിയായി, എല്ലാം അന്ന് ആഹാരമൊന്നും കഴിക്കരുത്, നാളെ 10:30 മണിക്ക് ഇയാൾ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാം, യാതൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ ആളെ കിട്ടുന്നത് സംശയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ സഭയായിട്ട് ഞങ്ങളുടെ മഞ്ഞാടി സഭയിലുള്ള സഹോദരന്മാർ പറഞ്ഞു, നമ്മളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളായിരിക്കുന്ന ഡാനി പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാൻ നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സുശേഷകനായിരിക്കുന്ന സാമ്പരികീസ് പറഞ്ഞു, നമ്മൾ വീട്ടിലിട്ട് തന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ തിരുവല്ല കൊമ്പാടിയിലാണ് എൻ്റെ വീട്, നീന്തലക്കര അമ്പലത്തിൻ്റെ പുറയിലാണ് എൻ്റെ വീട്, കൊമ്പാടില. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കട്ടിലയിൽ കിടത്തിക്കുമ്പോഴത്തേക്കും യാതൊരു അനക്കവും ഇല്ല, യാതൊരു ചലനമൊന്നും, ഒരു മനുഷ്യനായിട്ടുള്ള ഒരു ചലനം പോലും അടിയനിക്കില്ല. അന്നേരം പറഞ്ഞു, നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കപ്പം വളരെ ഒരു ശ്രദ്ധമുണ്ടായി. കർത്താവ് അവിടെ നിന്ന് വിടുവിച്ച് കാത്ത് പരിപാലിച്ചു. ഉടൻ തന്നെ ഒരു 11:30 മണിയാകുമ്പോൾ വന്നിട്ട് രാവിലെ 11:30 മണിക്ക് വന്നവരാണ് രാവിലെ 4:30 മണിക്കാണ് ഒരു കുടുംബമായിട്ട് ഒരു ഭവനത്തിലേക്ക് കടന്നു പോകാനിടയായി. അത്രയും നേരം ഒരു ചലനമില്ലാതെ
യാതൊരു ഇതില്ലാതെ ഇവിടെ കിടക്കുമ്പോഴത്തേക്കും കണ്ണുകൾ തുറന്നു വെള്ളം ചോദിച്ചു. ആ വ്യക്തിയാണ് ഈ നിൽക്കുന്ന ഈ സാക്ഷ്യം പറയുന്ന ആള്. അങ്ങനെയാണ് എൻ്റെ കർത്താവ് എനിക്ക് അവിടുന്ന് വിടുവിച്ച ജീവനം തന്നത് ദൈവം സ്വർഗത്തിലുള്ളത് കൊണ്ട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.